ഓ ഷാവിക എന്താ ഇങ്ങനെ ചൂടില്ലേ? എന്ത് ചൂടാലേ? മോളെവിടെ പോ? മോളെ ലൈഷു, അനക്ക് ചൂടൊന്നുമില്ല, ഈ വേർത്തിട്ടൊന്നുമില്ലല്ലോ. എന്റെ സ്വന്തം ഫാൻ ഉണ്ടല്ലോ. ആഹാ, അടിപൊളി ഫാൻ, നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ. ഇത് എവിടുന്നാ? ഇത് നമ്മുടെ ചേലക്കര റോയലിന് വാങ്ങിയതാണ്. സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് 2000-ലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ ഫാൻ സമ്മാനമായി നൽകുന്നതാണ്. കൂടാതെ നോട്ട് ബുക്സ്, ബാഗ്സ്, സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇവിടെ കൊടുക്കുന്നത്. കുട്ടികളുടെ ബാഗ് എടുത്ത ബാറ്റും ബോളും, മുതിർന്നവരുടെ ബാഗ് എടുത്ത മഗ് സെറ്റും ഫ്രീ. 299 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. സ്കൂൾ ബസാർ നറുക്കെടുപ്പിലൂടെ 3ാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ 2 പേർക്കും, 2ാം സമ്മാനമായി സ്റ്റഡി ടേബിളും, ബമ്പർ സമ്മാനമായി സൈക്കിളും ലഭിക്കുന്നതാണ്. റോയൽ ബസാർ, പാലസ് റോഡ്, ചേലക്കര. തോന്നൂർക്കര തോട്ടേക്കോടിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം മുറിച്ചു മാറ്റിയതായി പരാതി. CPM പ്രവർത്തകരാണ് ഇതിന് പിന്നിലെന്ന് ആരോപിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രംഗത്ത്. ചേലക്കര ഗ്രാമപഞ്ചായത്ത് തോന്നൂർക്കര 17ാം വാർഡിൽ കോൺഗ്രസ് പ്രവർത്തകർ സ്ഥാപിച്ച കൊടിമരം 2 ദിവസങ്ങൾക്ക് മുൻപാണ് മുറിച്ചു മാറ്റിയതെന്നും തുടർന്ന് തങ്ങളുടെ അന്വേഷണത്തിൽ ഇതിന് പിന്നിൽ CPM പ്രവർത്തകരാണെന്ന് തെളിഞ്ഞുവെന്നും കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നു. ആക്സോ ബ്ലേഡ് ഉപയോഗിച്ച് പകുതിയോളം മുറിച്ച കൊടിമരം പിന്നീട് ഓടിച്ചു മാറ്റിവെച്ചിരിക്കുകയാണെന്നും ഇവർ പറയുന്നു. രാത്രിയുടെ മറവിൽ CPM നടത്തിയ ഇത്തരം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും യൂത്ത് കോൺഗ്രസ് ചേലക്കര മണ്ഡലം പ്രസിഡന്റ് കലാമണ്ഡലം സുരേഷ്, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PR രജീഷ്, വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് ഷാനവാസ്, കമ്മിറ്റി അംഗം കബീർ എന്നിവർ റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തോട്ടേക്കോട് 17ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി തോട്ടേക്കോട് സെൻട്രലിൽ സ്ഥാപിച്ചുള്ള കൊടിമരം ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇത് ചെയ്തിട്ടുള്ളത് രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയാണിത്. മുൻപും ഇതുപോലെ നമ്മുടെ ചേലക്കര തോട്ടേക്കോട് ഈ 17ാം വാർഡിലത്തെ കൊടിമരവും അതുപോലെ തന്നെ ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് ഇത് ചെയ്ത ആളുകളെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ ഈ പറഞ്ഞ ഇപ്പോൾ ചെയ്തിട്ടുള്ള ഈ പ്രവൃത്തിക്കുമെതിരെ ഞങ്ങൾ ചേലക്കര പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ചെയ്യുന്നത് നമ്മുടെ തോട്ടേക്കോട് രാഷ്ട്രീയപരമായി വല്ല സംഘർഷങ്ങളോ കാര്യങ്ങളോ ഒന്നും അധികം ഇല്ലാതെ സൗഹൃദപരമായി പോകുന്ന ഒരു സ്ഥലമാണ്. ഇതുപോലെയുള്ള കുറച്ച് ആളുകൾ നമ്മുടെ ഈ പ്രദേശത്ത് മനഃപൂർവ്വമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇങ്ങനത്തെ പ്രവർത്തികൾ ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ കൊടിമരം നശിപ്പിച്ചിട്ടുള്ളത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. പകുതിയോളം ഭാഗം മുന്നേ മുറിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇത് ഇളക്കി പൊട്ടിച്ചിട്ടാണ് ഇത് മാറ്റി വെച്ചിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പ്രവർത്തികൾ ചെയ്യുന്നത്? ധൈര്യമുണ്ടെങ്കിൽ പകൽ വെളിച്ചത്തിൽ ഇതൊക്കെ ചെയ്യാൻ ഇത്രയും രാത്രി കാലങ്ങളിൽ ഇവിടെ വന്ന് വെള്ളമടിച്ച് അതുപോലെ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കാണിക്കുന്ന ആ ധൈര്യം, പകൽ വെളിച്ചത്തിൽ ചെയ്യാൻ ധൈര്യമുണ്ടെങ്കിൽ വന്ന് ചെയ്യാൻ ഇവിടുത്തെ കോൺഗ്രസ് 17ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയും കോൺഗ്രസ് പ്രവർത്തകരും വെല്ലുവിളിക്കുകയാണ്. അങ്ങനെ ചെയ്യാനുള്ള ആളുകൾ രാത്രിയുടെ മറവിലല്ല ചെയ്യേണ്ടത്. ചെയ്യണമെങ്കിൽ ആണുങ്ങളെ പോലെ നേര് വന്ന് പകൽ വെളിച്ചത്തിൽ വന്നിട്ട് ചെയ്യണം. ഇത് ഇവിടെ ചെയ്തതിനുള്ള ശക്തമായ പ്രതിഷേധം കോൺഗ്രസ് കമ്മിറ്റിയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇത് ചെയ്തുള്ള ആളുകളെ വെളിച്ചത്തിൽ കൊണ്ടുവരുന്നത് വരെയുള്ള നമ്മൾ വാർഡ് കമ്മിറ്റിയുടെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ചെയ്തുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ ഇത് ചെയ്തിട്ടുള്ള ആളുകൾ CPM പ്രവർത്തകരാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ ഇവിടുത്തെ നേതാക്കളും അതുപോലെ തന്നെ പ്രവർത്തകരും തയ്യാറാവണമെന്ന് കൂടി ഈ അവസരത്തിൽ ഞാൻ പറയുകയാണ്. റൈറ്റ് വിഷൻ ന്യൂസ്, ചേലക്കര. ഈ കഥ ഇപ്പോൾ +2 കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ഭാവിയിലെ അനുഭവമാകാം. 2016 ഞങ്ങൾ +2-ൽ ചേർന്നു. ഞങ്ങളെല്ലാം ഒരേ സ്കൂളിലാണ് പോകുന്നത്. 2018 ഞങ്ങൾ ഡിഗ്രി കോഴ്സുകളിൽ പ്രവേശനം നേടി. ഞങ്ങൾ ബ്രിഡ്കോയിൽ ചേർന്നു, കൂടെ ഡിസ്റ്റന്റ് ഡിഗ്രിക്കും ചേർന്നു. 2019 ഞങ്ങൾ ഡിഗ്രി 2ാം വർഷം പഠിക്കുന്നു. ഞങ്ങൾ ഡൽഹിയിൽ പരിശീലനം നേടിക്കൊണ്ടിരിക്കുന്നു. 2020 ഞങ്ങൾ 3ാം വർഷം ഡിഗ്രി പഠിക്കുന്നു. ഞങ്ങൾക്ക് ദുബായിൽ ജോലി ലഭിച്ചു. 2021 ഞങ്ങൾ PG പഠനം തുടങ്ങി. ഞങ്ങൾ മാസം 50,000 രൂപ സമ്പാദിക്കാൻ തുടങ്ങി. ഡിഗ്രി പൂർത്തിയാക്കുകയും ചെയ്തു. 2022
ഞങ്ങൾ PG പഠനം തുടരുകയാണ്. ഞങ്ങൾ വിദേശത്ത് ഒരു പുതിയ ഷോപ്പ് ആരംഭിച്ച് 75,000 മുതൽ 1,00,000 വരെ മാസം സമ്പാദിക്കുന്നു. 2023 ഞങ്ങൾക്കൊരു ജോലി തരുമോ? യെസ്, ഇവിടെ ജോലി നൽകുന്നുണ്ട്. ഇനിയും വർഷങ്ങൾ വീട്ടുകാരെ ആശ്രയിച്ച് ഹയർ എഡ്യൂക്കേഷൻ പഠിച്ച് തൊഴിലന്വേഷകനാകണോ? വളരെ പെട്ടെന്ന് വീട്ടുകാരെ സഹായിക്കാൻ ഉതകുന്ന ജോലിയും വരുമാനവും സംരംഭകത്വവും ലഭിക്കുന്ന സ്കിൽ എഡ്യൂക്കേഷൻ നേടണോ? സ്മാർട്ടായി തിരഞ്ഞെടുക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9947656565.